ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് വരവ്. നമ്മുടെ ജോജി ജോർജും അർജുന അശോകനും ദീപക്കും ഇവരൊക്കെ ലീഡിങ് റോൾ ചെയ്യുന്ന ഒരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ മൂവി ആയിരുന്നു ഇത്. മൂവിനെ കുറിച്ച് പറയാച്ചാൽ അത്യാവശ്യം നല്ല ഫൈറ്റ് ഒക്കെ ഉള്ള മൂവിയാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ 2 ഫൈറ്റ് കഴിയും. ആ ഫൈറ്റ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കിഡിലായിട്ടാണ്. അതേപോലെ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഹൈ റേഞ്ച് ഭാഗത്താണ്. അപ്പോൾ ആ വിഷ്വൽ ബ്യൂട്ടീസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൂവിയിലെ ഫ്രെയിം ആയിക്കോട്ടെ, വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ മൂവിയിൽ കുറച്ച് ജീപ്പും കാറുകളൊക്കെ കാണിക്കുന്നുണ്ട്, ഓഫ് റോഡ് ട്രക്കിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് കിടിലായിരുന്നു കേട്ടോ. അത് എടുത്തു പറയണം. ഒരു കാട്ടിനുള്ളിൽ ഓഫ് റോഡിൽ ഒരു ജീപ്പും കാറൊക്കെ ആയിട്ടുള്ള ഒരു ചേസിങ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം ഓഫ് റോഡ് കാറുകൾ, ജീപ്പ്, അങ്ങനെ ട്രക്കിംഗ് പരിപാടിയൊക്കെ ഇഷ്ടമുള്ളവർ, അങ്ങനത്തെ കാറുകൾ, വാഹനപ്രേമികൾക്കൊക്കെ ഈ മൂവി പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കിടിലൻ വണ്ടികളൊക്കെ ഇവർ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മൂവിയിലെ സ്റ്റോറി നോക്കുക വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ജോജി ജോർജിന് ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ ഫാമിലിക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ, അതിന് റിവെഞ്ച്, അങ്ങനെ നമ്മുടെ നാട്ടുരാജാവ് നരസിംഹം, നമ്മുടെ കടുവ പൃഥ്വിരാജിൻ്റെ, അതൊക്കെ കണ്ടിട്ടില്ല. അതുപോലെയൊക്കെ തന്നെ നമ്മുടെ ഷാജി കൈലാസാണല്ലോ ഡയറക്ടർ. അപ്പോൾ ആളുടെ ഒരു ശൈലി, സ്ഥിരം ശൈലി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി മുന്നിൽ കണ്ടിട്ടുള്ള പല മൂവീസായിട്ടുള്ള ഒരു ഫീല് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഫ്രഷ്നെസ് കിട്ടണില്ലേ, ആ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. മൂവി ഓൾറെഡി ഒരു ക്ലീശ പരിപാടി പോലെ തോന്നുന്നുണ്ട്. പക്ഷെ മൂവിയുടെ മേക്കിംഗ് കൊണ്ട് ആ പ്രശ്നം തിരിച്ചറിയാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മൂവി നടക്കുന്നത് ഒരു ഹൈ റേഞ്ച് പ്രദേശത്താണ്. ആ ഒരു സ്ഥലം വിട്ട് കളിയില്ല, ആ ഒരു ഭാഗം, അതിന് ചുറ്റുപറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഒരു നാട്ടിലുള്ള ആൾക്കാർ, അങ്ങനെ അങ്ങനെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ നരസിംഹമൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ. പിന്നെ കടുവയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. അതുപോലെയൊക്കെ തന്നെയാണ് ഈ മൂവി. ഈ മൂവിയിൽ അർജുന അശോകൻ ഉണ്ട്. അധികം സ്പേസ് ഇല്ല അർജുന അശോകന്, വളരെ കുറച്ചുള്ളൂ. പക്ഷെ ആ ചെറിയൊരു സ്പേസിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദീപക് ഉണ്ട്, അഭിമന്യു, മാർക്കോലവില്ലൻ, പിന്നെ മുരളി ഗോപി, സാനിയയ്യപ്പൻ, ഇവരൊക്കെ ഉണ്ട്. പിന്നെ ബാബുരാജ്, ബൈജു സന്തോഷ്, പിന്നെ വാണി വിശ്വനാഥ്, ഇവരൊക്കെ ഒരു സൈഡിലുണ്ട്. അങ്ങനെ ഒരു നാട്ടുകാരും പോലീസുകാരും, അങ്ങനെ ഒരു നാട്ടിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന വലിയ കോംപ്ലിക്കേഷനിലുണ്ട്. പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ഓരോ സീൻ ബൈ സീൻ വരുമ്പോൾ അടുത്തുണ്ടാകുന്നു പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. പിന്നെ ഈ മൂവിയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഒരു 2-2.5 മണിക്കൂറൊക്കെ വരുന്നത്. ഒരു 3 മണിക്കൂറിലേക്കൊക്കെ പോകാത്തത് നന്നായി. അപ്പോൾ ഭയങ്കര ബോറായേനെ. അതിനുള്ള ഒരു സ്റ്റോറി ഉള്ളൂ. 2 മണിക്കൂറൊക്കെ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ടൈമിങ് ഈ സ്റ്റോറിക്കുള്ളൂ. ഒരു പുതിയ കുപ്പിയിൽ പഴവിനാണെന്നുണ്ടെങ്കിലും ഈ മൂവിയിലൊരു ടെക്നിക്കൽ സൈഡ്, എഡിറ്റിംഗ്, സിനിമറ്റോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൂവിയുടെ മേക്കിങ്, പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ അത്യാവശ്യം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ മൂവിയിൽ കാണാനുണ്ട്. മൂവിയിലെ സെറ്റ് ഇട്ടിരിക്കുന്നത്, ഫൈറ്റ് സീനിൻ്റെ ഓരോ സീക്വൽസ് ചെയ്തിരിക്കുന്നതും, ഓരോ സെറ്റ്, അതിന് ചുറ്റുമായിട്ടുള്ള സെറ്റ്, ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ അടിച്ച് തകർക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഫൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു ചായക്കടയിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ചായക്കടയിലെ നടത്തുന്നവരെ കാര്യം ആലോചിച്ചിട്ടേക്ക് വിഷമം. ആ ചായക്കട പുറത്തേക്ക് ഇട്ടിട്ട് തല്ലിയാൽ മതിയിരുന്നില്ല. ഒരു ചായക്കട അങ്ങോട്ട് തല്ലി പൊളിക്കും ഫസ്റ്റത്തെ ഒരു ഫൈറ്റിൽ. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ മൂവിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യം പറയുമ്പോൾ, ഒരു മെയിൻ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇടും. അത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. അത് ഇടയ്ക്ക് ഇട്ട് നശിപ്പിക്കുകയായിരുന്നു. ഒരു വെറൈറ്റി ആയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വേറെ എന്തെങ്കിലും സ്കോറോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജോജി ജോർജിന് കൊടുക്കായിരുന്നത്. ഒരേപോലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൾ വരുമ്പോൾ മാസിന് വേണ്ടിയിട്ട് ബാക്കിലങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. വല്ലപ്പോഴും കറക്റ്റ് ടൈമിങ്ങിൽ ഇട്ടാൽ മതിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കേട്ട് ആദ്യത്തെ കുറച്ച് കേൾക്കുമ്പോൾ മാസമൊക്കെ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് വലിയ ഫീലിംഗ് ഒന്നും തോന്നില്ല. പിന്നെ വില്ലന്മാർക്കും മറ്റ് ക്യാരക്ടേഴ്സിനൊക്കെ ചെറിയ സ്കോർ വേറെ എക്സ്ട്രാ ഇടുന്നുണ്ട്. എന്നാലും ഈ ഒരു സ്കോർ, മെയിൻ ആയിട്ടുള്ള ഒരു തീം, ബാക്ക്ഗ്രൗണ്ട് BGM ഉണ്ട് ഇതിന്, ഈ മൂവിക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. പിന്നെ ഈ നാട്ടുരാജാവ്, നരസിംഹം, കടുവ, ഈ ഒരു മൂവീസൊക്കെ പോലെ എന്നാൽ ഒരു നടന് വേണ്ടിയിട്ടുള്ള മൂവി, ആ നടൻ്റെ ഫൈറ്റ്, നടൻ്റെ മാസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക്, അങ്ങനെയൊക്കെ പോയി കാണാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു മൂവിയാണ് ഈ ഷാജി കൈലാസിൻ്റെ ഒരു ഹൈലൈറ്റ്. അതാണല്ലോ ആളുടെ ഇങ്ങനത്തെ മൂവീസൊക്കെ ആൾ കൂടുതൽ ഹീറോനെ ഫോക്കസ് ചെയ്ത് നമുക്ക് കാണുന്നവർക്ക് ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെ പിടിച്ചിട്ടാണല്ലോ ആൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പോയി കാണാം. അത് എന്തായാലും വർക്കാവും. എനിക്ക് ഇങ്ങനത്തെ മൂവീസൊക്കെ ഇഷ്ടം തന്നെയാണ്. ഫൈറ്റും, ഒരു നടന് വേണ്ടിയിട്ടുള്ള മൂവി, ആ നടൻ്റെ മാസ്, ആളുടെ പെർഫോമൻസ്, അതിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ മൂവീസ്, ഈ നാട്ടുരാജാവ്, നരസിംഹ, അങ്ങനത്തെ ഒരു ലൈനിൽ വരുന്ന മൂവീസ് എനിക്കിഷ്ടമാണ്. പക്ഷെ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട്, ഇപ്പോൾ കടുവ കൂടുന്നപ്പോൾ അങ്ങനെ അധികം വർക്കായില്ലല്ലോ. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പായിട്ട് വന്ന മൂവിയായിരുന്നു.
അതാണ് ആ മൂവി. സെയിം ആ ഒരു തീമിൽ ഒരു നാടും നാട്ടുകാരും അങ്ങനെ മുന്നിൽ കണ്ട പോലെ തന്നെ ഒരു പടം കാണുന്ന ഫീല് തരാത്ത രീതിയിൽ ഇറക്കാച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മൂവീസ് ഈ കാലത്തും വർക്കൗട്ട് ആവും. പിന്നെ ഈ മൂവിയിൽ കുറച്ച് സീനുകൾ അവിടെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നം പോലെ തോന്നി, ലോജിക്കിന്റെ പ്രശ്നം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത്. പക്ഷെ അത് പറയാൻ പറ്റില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സ്പോയിലർ ആവോ, സീൻ ബൈ സീൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തോ അവിടെ ഇവിടെ മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അത് പറയണില്ല, എന്ന് വെച്ചാൽ സ്പോയിലർ ആവും, ഒരു മൂവിയോട് നമ്മൾ നീതി പുലർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ട്. പിന്നെ ലോജിക്കൊക്കെ എന്തിനിപ്പോൾ നോക്കിയിട്ട് കാര്യം, നമ്മുടെ കറുപ്പൊക്കെ ഹിറ്റായ കാലഘട്ടം നമ്മൾ ഉള്ളത്. അപ്പോൾ ഇനി അതിലൊക്കെ ഇനി ലോജിക്കൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം? അപ്പോൾ ലോജിക്ക് വലിയ കാര്യമൊക്കെ ഇല്ല, അത് നമ്മൾ ആ മൂവിയുടെ ഒരു ഫ്ലോയിൽ അങ്ങനെ വിട്ടുപോകും. അപ്പോൾ ഈ മൂവി നിങ്ങളും പോയി കണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക്. പിന്നെ ഒരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലപതി വിജയുടെ പുതിയ മൂവിയായ ജനനായകൻ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം റിലീസാവാണ്. ഈ മൂവിയുടെ ലീക്കൊക്കെ ഇറങ്ങിയെന്ന് കേട്ടു, പക്ഷെ ലീക്കൊന്നും ഇറക്കിയിട്ട് കാര്യമില്ല. വിജയുടെ റിലീസ് ചെയ്യുന്ന മൂവീസ് തന്നെ കാണാൻ ജനക്കൂട്ടാണ്. അത് 10-20 പ്രാവശ്യം ടി വിയിലൊക്കെ കണ്ട മൂവീസ് റിലീസ് ചെയ്യുമ്പോൾ പിന്നെയാണ് ഈ പുതിയ മൂവി ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവിനെ ബാധിക്കാൻ പോകുന്നത്. അങ്ങനെ തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള പരിപാടിയാണ് വിജയുടെ മൂവീസിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഈ ലീക്കാക്കി എന്ന് പറഞ്ഞിട്ടൊന്നും അത് ബാധിക്കാൻ പോകില്ല. അപ്പോൾ വിജയ് ഫാൻസ് എന്തായാലും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് എന്തായാലും എല്ലാവരും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മൂവിയും വിജയുടെ ഒരു CM ആയി, ഇനിയിപ്പോൾ മൂവിയിൽ ഇനി ഉണ്ടാവില്ല എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഈ മൂവിക്ക് അത്രയും ഒരു ഹൈപ്പും അതിന് കാണാനുള്ള ഒരു ആഗ്രഹവും ഓൾറെഡി ഒരുവിധം എല്ലാവർക്കും ഉണ്ട്. വിജയ് ഫാൻസ് ആയവർക്കും എല്ലാവർക്കും ഉണ്ട്. ആ ഒരു തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൊരു ഫീല് അത് കിട്ടണമെങ്കിൽ വിജയുടെ മൂവിക്ക് തന്നെ പോകണം. അപ്പോൾ എന്തായാലും മൂവി റിലീസാകാൻ പോവാണ്. അപ്പോൾ എന്തായാലും പോയി കാണണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ബൈ.